Hi, hello, assalamu alaikum. Welcome back to another video of Zoella Hair Accessories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹെയർ ബാൻഡ് ആണ്. കുഞ്ഞു മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരെണ്ണമാണ്. അതിനുവേണ്ടി ഞാൻ വലിയൊരു തുണി എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 40 വരും. ഇനി നമുക്കൊരു ഫ്ലവർ വേണം. അതിനൊരു 12 ഇഞ്ച് നീളത്തിലുള്ള മറ്റൊരു 2 പീസ് തുണിയാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഇലാസ്റ്റിക് ഈ ഒരു 19 ഇഞ്ചൊക്കെയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ എടുത്ത വലിയ തുണി നല്ല വശം അകത്താവുന്ന രീതിയിൽ മടക്കിയിട്ട് തുന്നണം. നമ്മൾ സ്ക്രഞ്ചീസിനൊക്കെ തുന്നിയെടുത്തത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതും അങ്ങ് ചെയ്തെടുത്താൽ മതി. നല്ല വശം അകത്താക്കിയിട്ട് തുന്നിയെടുക്കാം. ഇതുപോലെ പതിയെ പതിയെ തുന്നിയെടുത്താൽ മതി. നമ്മൾ വൃത്തിയായിട്ട് തുന്നിയെടുക്കണം. ഒരേ ഡിസ്റ്റൻസ് ഇട്ട് നൂലൊന്നും ലൂസായി പോകാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് തുന്നിയെടുക്കണം. മെഷീൻ അടിക്കുകയാണെങ്കിൽ അതായിരിക്കും സുഖമായിട്ടുള്ളത്. മെഷീൻ ഇല്ലാത്തവർക്ക് കാണിച്ചു തരുന്നതാണിത്. നമുക്ക് കൈകൊണ്ടായാലും തുന്നിയെടുക്കാൻ പറ്റുന്ന ഇതുപോലെ നല്ല ടൈറ്റാക്കി നമുക്ക് തുന്നിയെടുക്കാം. ഇതിങ്ങനെ നല്ല വൃത്തിക്ക് നമുക്കൊന്ന് തുന്നിയിട്ട് ബാക്കി പരിപാടിയിലൂടെ നോക്കാം. അപ്പം നമ്മളിതെല്ലാം തുന്നിയെടുത്തിട്ടുണ്ട് ഈ തുണി. ഇനി ലാസ്റ്റും കൂടി എടുത്തതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കുക. അവിടെ തുന്നി നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നല്ല വശം അകത്താക്കിയാണ് തുന്നിയത്. നമ്മൾ മെഷീനിൽ തുന്നുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, നല്ല വശം അകത്താക്കി മടക്കിയിട്ട് വേണം തുന്നാൻ. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടണം. ഇതിൻ്റെ നല്ല വശം നമുക്ക് പുറത്തിടണം. അതിന് നമ്മൾ സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്തപ്പോൾ ആ വീട്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് അത് ഉള്ളിലോട്ടാക്കി നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറത്തെടുക്കാം. ഇതുപോലെ നമുക്ക് അകത്താക്കിയിട്ട് നമുക്കിതിൻ്റെ നല്ല വശം പുറത്തെടുക്കാം. പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു വലിയ സേഫ്റ്റി പിൻ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നല്ല വശം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഇലാസ്റ്റിക് കയറ്റി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തുണിയുടെ പകുതിയോ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലോ വരാവുള്ളൂ. സ്ക്രഞ്ചൊക്കെ ആകുമ്പോൾ പകുതി എടുത്താൽ മതി. ഹെഡ് ബാൻഡൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ടിരിക്കണം. ഒരുപാടങ്ങ് ടൈറ്റായി കഴിഞ്ഞാൽ മക്കളുടെ തലയൊക്കെ വേദനിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടി വലുതാക്കി എടുക്കണം. ഞാൻ ഈ ഇതിനകത്ത് പറഞ്ഞ പോലെ ഒരു 19 ഇഞ്ചൊക്കെ എടുക്കാം. ഇതിന് കറക്റ്റായിരിക്കും അത്. 40 ഇഞ്ച് തുണിക്ക് ഒരു 19 ഇഞ്ച് ഈ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് കറക്റ്റായിരിക്കും. അപ്പം അപ്പം നമ്മൾ ഇലാസ്റ്റിക് കയറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരറ്റം നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറിപ്പോയാൽ വീണ്ടും നമുക്ക് പണിയാകും. അപ്പം നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ കയറ്റി ഇനി നമുക്കിതൊന്ന് ബാക്കി വന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. കെട്ടുകയോ അല്ലെങ്കിൽ
ഇത് രണ്ടോട് ചേർത്ത് വെച്ച് തുന്നുകയോ ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ക്രഞ്ചീസിനൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം സെയിം കളർ നൂലെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പുറത്ത് കാണത്തില്ല. ഈ ഹെഡ് ബാൻഡിനെന്ന് പറയുമ്പം ഇതുപോലെ പ്ലെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ സെയിം കളർ തന്നെ എടുക്കണം. സെയിം കളർ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നമ്മളൊരു ഫ്ലവർ കയറ്റാൻ പോകുന്നുണ്ട്. ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് പുറത്തോട്ട് കാണത്തില്ല. അപ്പം നമുക്ക് ഇതുപോലെ ആ ചേർത്ത് വെച്ച ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 2 തുണി ഒരേ അളവിൽ 2 തുണി എടുത്തതിന് ശേഷം ഇതൊന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് 2 അറ്റവും കൂടെ കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവറാണിത്. 2 തുണി എടുക്കുന്നതെന്ന് വെച്ചാൽ 2 സൈഡിലും ഇങ്ങനെ പെറ്റൽസ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഹെഡ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ഓണം തീമിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഹെഡ് ബാൻഡാണ്. നമുക്കിത് ഹെഡ് ബാൻഡ് ഏത് തുണിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കോട്ടണിലോ പോളിസ്റ്ററിലോ ഓർഗൻസായിലോ ഷിഫോണിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു ഫാബ്രിക്കും കുറച്ച് ഇലാസ്റ്റിക്കും ഒരു സൂചി നൂലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 സൈഡും കെട്ടിക്കൊടുക്കുമ്പോൾ ഫ്ലവർ റെഡിയാകും. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിൽ നൂല് വന്ന് നിൽപ്പുണ്ട്. ഞാൻ എടുത്തത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നൂലിതാവുന്ന ഞാൻ ഉരുക്കി കൊടുക്കാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ നമ്മൾ അതൊന്ന് ഉരുക്കി കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് കൂട്ടി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തോട്ട് ഈ ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കാം. ഇതിന് മാച്ച് ആവുന്ന ഒരു സ്റ്റോണും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ് ബാൻഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.